ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയിട്ട് വീഡിയോയിൽ കമൻ്റ് ഇടാറുണ്ട് എല്ലാവരും ഈ ഹോം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനിന്ന് അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ പഴയ വീട്. പഴയ വീടെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല. ഇത് ഏട്ടൻ്റെ ചേച്ചീൻ്റെ കല്യാണ സമയത്ത് ഉള്ള ഫോട്ടോയാണ്. അതിനുശേഷം നമ്മളെ കല്യാണം ആയപ്പോഴത്തേക്ക് ഇവർ വീട് കൂട്ടിയെടുത്തിട്ടാണ് ഇപ്പം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വീടിനെ മാറ്റിയെടുത്തത്. പക്ഷേ ഈ പഴയ വീടിൻ്റെ ലുക്ക് ഈ വീടിനില്ല കേട്ടോ. കണ്ടു നോക്കിയേ. അപ്പോൾ നമ്മളെ ഇതാണ് കേട്ടോ വീട്. ഇത് സിറ്റ് ഔട്ടാണ് വീടിൻ്റെ. ഈ സൈഡിലായിട്ട് കോളിംഗ് ബെല്ലും മറ്റേ ഇതാണ് വീടിൻ്റെ പേര്. രാജീവം എന്നാണ് വീടിൻ്റെ പേര്. ഇത് സിറ്റ് ഔട്ടാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ ഹാള് വരുന്നത്. സെൻട്രൽ ഹാള് എന്ന് പറയുമ്പോൾ ഇത് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ ഒരു ഹാളാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് ചെയർ വെച്ച് അടുക്കിയിട്ടിട്ടായിരിക്കുക. പിന്നെ ഇതൊരു മേശയാണ്. ഈ മേശയിൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു സെറ്റപ്പ്. ഹാളിൻ്റെ സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. ആ ടേബിളിലാണ് TV വെച്ചിരിക്കുന്നത്. നമുക്ക് വാളിൽ ഫിറ്റാക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെയാണ് വെച്ചേക്കുന്നത്. ക്ലോക്ക് നോക്കണ്ട കേട്ടോ, ക്ലോക്ക് കേടായ ക്ലോക്കാണ്. പിന്നെ സെൻട്രൽ ഹാളിൽ ഇങ്ങനെ ഒരു റൂമുണ്ട്. ഇത് സത്യത്തിൽ പടിഞ്ഞാറ്റായിരുന്നു. പടിഞ്ഞാറ്റാന്നാണ് ഇവർ ഈ റൂമിന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഞാനും പടിഞ്ഞാറ്റാന്ന് പറയുന്നു. പിന്നെ ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിൻ്റെ മേലെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഫ്രിഡ്ജ്. പിന്നെ ഇതൊരു റൂം. ഈ റൂമിനകത്ത് പടിഞ്ഞാറ്റേതാണ് ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ 2 ഷെൽഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പഴയത്, പിന്നെ ഇത് നമ്മൾ വാങ്ങിയ ഷെൽഫാണ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 2 ഷെൽഫുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു കൂജി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കണമെന്നുണ്ട്, പക്ഷേങ്കിൽ ഞാനിതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ ഫ്ലാഗാണ് കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി ഇല്ലേ അല്ലേ? വാഴയിലയാന്ന് പറയൂലല്ലോ. ഇത് വാഴയിലയിൽ ചെയ്തയാ. വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസമായില്ലേ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇതാട്ടോ, ഇത് നമ്മളെ അപ്പുറത്തെ വീട് വരും. പിന്നെ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് സാധനം എല്ലാം കൊളുത്തിയിട്ടേക്കുന്നത്. അത് അപ്പുറത്തെ വീടാണ്. കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ ഫുൾ കാടാ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ പേത്തപ്പഴം എടുത്ത് വെച്ചിട്ടുള്ള. പിന്നെ ഇതെൻ്റെ തയ്യൽ മെഷീനാണ്, കുറേ ആയി ഉപയോഗിക്കാണ്ടായിട്ട്. പിന്നെ നമ്മളെ ബ്രഷ്. പിന്നെ അവിടെ ഒരു ഓവൻ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഓവൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ എന്ന് പറയുമ്പോൾ എത്ര 1500 രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ചതാണ്. ഇതിനെക്കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല, ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഉണ്ടോ ഈ ഓവൻ കണ്ടോ? ഇതിനകത്തൊന്നും വയ്ക്കാൻ പറ്റില്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അത് ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇങ്ങനെ ഷോയ്ക്ക് വെക്കാതെ മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ഓവനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇതിങ്ങനെ പൈസ കുറച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ കാര്യമാണെന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തതാണ്. അതിനെക്കൊണ്ട് ഗുണമില്ലാണ്. ഇതായിരുന്നു എൻ്റെ ട്രൈപോഡ് കേട്ടോ. പക്ഷേ എൻ്റെ ട്രൈപോഡ് നമുക്ക് ഇവിടുന്ന് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഫോൺ വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നിട്ട് ഈ തുണിയെല്ലാം വെച്ചിട്ട് ഫോൺ കെട്ടി നോക്കിയില്ലേ. പക്ഷേങ്കിൽ എനിക്ക് പേടിയാണ്, ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയാൽ തീർന്നില്ലേ. അതുകൊണ്ട് ട്രൈപോഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. തയ്യൽ മെഷീൻ അടിപൊളിയാണ്. കാരണം ഞാൻ തയ്യൽ പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്ക് മെഷീനിൽ ചവിട്ടാൻ അറിയില്ല. അപ്പോൾ ഈ സാധനം നമ്മളിങ്ങനെ കണക്റ്റ് ആക്കിയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇതിലിങ്ങനെ ചവിട്ടി കൊടുത്താൽ തയ്ക്കാൻ പറ്റും എളുപ്പത്തിൽ. പിന്നെ ഇതൊക്കെ നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെയാണ്, പഠിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. കുറച്ച് ഇതൊക്കെ ഇരിപ്പുണ്ട്, ഒരു തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഐറ്റംസ്. പിന്നെ ഇങ്ങോട്ടും അതൊക്കെ തന്നെ കുറേ പേപ്പർ സാധനങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഒരു വാക്യൂം ക്ലീനർ ഇരിപ്പുണ്ട്. ഇത് എൻ്റെ വീഡിയോ സെറ്റപ്പായിരുന്നു. ലൈറ്റ് ഇങ്ങനെ കർട്ടൻ്റെ കമ്പിയിൽ കെട്ടി വെച്ചിട്ടാണ് ഉള്ളത്. ഇങ്ങനത്തെ സെറ്റപ്പൊന്നും ആർക്കും ഉണ്ടാവില്ല, എന്നാലും ഞാനങ്ങ് കാണിച്ചതേ ഉള്ളൂ. ഇതിപ്പോൾ ഉപയോഗിക്കലില്ല. മറ്റേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഭയങ്കര ഉപയോഗം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വീഡിയോ ആയതുകൊണ്ട് പിന്നെ ലൈറ്റൊന്നും വെക്കലില്ല. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലേക്ക് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, മരുന്ന്. പിന്നെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് കാണിച്ചു തരാം. എൻ്റെ കളറുകളാണ്. ഫാബ്രിക് പെയിൻ്റാണ് കേട്ടോ. ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ ഞാനിത് അധികം
തുണിയിലൊന്നും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഇതിൻ്റെ കുറേ കളർ സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിപ്പോയി. പിന്നെ എന്തെല്ലോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മരുന്നുകൾ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇതാണ് ഈ റൂം, പടിഞ്ഞാറ്റ. കണ്ടല്ലോ, ഇങ്ങനെ വന്നാൽ ഇവിടെ ഷെൽഫുണ്ട്. ഉണ്ടോ, 2 ഷെൽഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, 2 ഷെൽഫ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ഓട്ടോ പാത്രം ഇരിപ്പുണ്ട്, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റൂം. ഇവിടെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ. ഈ ഫാൻ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. ഇവിടെ ബാക്കി റൂമിലൊന്നും ഫാൻ. അപ്പോൾ പടിഞ്ഞാറ്റേന്ന് നമ്മൾ നേരെ വീണ്ടും സെൻട്രലിലേക്ക് വന്നു. അവിടെയൊക്കെ നിറയെ ചെടികളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി. ഇപ്പോൾ ഇത് അടുക്കളയാണ്. ഞാൻ ലൈറ്റ് ഇടാം. അടുക്കളയിൽ ഇവിടെ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇടട്ടെ. ഇതാണ് അടുക്കള വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ സെറ്റപ്പൊന്നുമില്ല. ഈ സ്റ്റാൻഡ് ആദ്യം മേലെ വെച്ചിരുന്ന കേട്ടോ, പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ്. ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് അവിടെയാണ് ഇരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ, അവിടെ എപ്പോഴും ഇങ്ങനെ അഴുക്കൊടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. ഇതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഉപയോഗിക്കാമല്ലോ. പിന്നീട് ഇങ്ങനെ അരകല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ അരകല്ല് അന്ന് ഇടിവെട്ടിയിട്ട് നമ്മളിതെല്ലാം പോയ സമയത്ത് അരകല്ല് അവിടെ കൊണ്ട് വെച്ചാണ്. അപ്പോൾ അടുക്കളയിൽ ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. അത് പിന്നെ കവറ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ റേഡിയോ, എനിക്ക് ഈ റേഡിയോ ഇപ്പോൾ ഭയങ്കര അഡിക്റ്റ് ആയിട്ടാണുള്ളത്. കാരണം വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഈ ക്ലബ് എഫ്എമ്മിലാന്ന് തോന്നുന്നു, രാവിലെ 5 മണിക്ക് 5:05 ആകുമ്പോൾ സുപ്രഭാതം ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് കേട്ടാൽ നല്ല സുഖമാണ് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ. അപ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് റേഡിയോ എപ്പോഴും ഇവിടെ വെക്കാറുണ്ട്, പാട്ടും വെക്കാറുണ്ട് അധികവും. പിന്നെ ചെടി, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടാണുള്ളത്. പിന്നെ ഇത് തന്നെ. ഇത് പിന്നെ ഇടി വെട്ടിയിട്ട് ബാത്റൂമിൽ ഇതൊക്കെ പോയിട്ട് ഇപ്പം ഈ വയറ് കുത്തിയിട്ടാണ് ബാത്റൂമിൽ ലൈറ്റ് എടുത്തേക്കണേ. അതൊന്ന് ശരിയാക്കിയിട്ടില്ല, അതിനൊക്കെ വലിയ പൈസയാകും. പിന്നെ അടുക്കള ഇങ്ങനെയാണ്. പിന്നെ സ്റ്റൗവ് ഇങ്ങനെ വന്നാൽ ഇവിടെ അടുപ്പുണ്ട്. ഇപ്പം അടുപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് പിന്നെ അടുപ്പിനുള്ള എന്തെല്ലോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണുള്ളത്. കണ്ടോ, അടുപ്പിൻ്റെ ഭാഗം ഇങ്ങനെയാണുള്ളത്. അടുപ്പ് ഉപയോഗിക്കാറേയില്ല. ഇവിടെ എന്തെല്ലോ ഉണ്ട്. അതൊക്കെ പ്ലാസ്റ്റിക്, കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അടുപ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അടുപ്പ് അവർ വീട്ടിലെല്ലാവരും വരുമ്പോൾ അടുപ്പിന് ഭയങ്കര ഉപയോഗമാണ്. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലോ, ഇങ്ങനെ നോക്കിയാൽ മുറ്റം കാണാൻ പറ്റും. അവിടെയൊക്കെ പുല്ലായിട്ടുണ്ട്. അതെല്ലാം ഇനി എല്ലാം വെട്ടിക്കളയണം. മഴയത്ത് അതിൻ്റെ പണി എടുത്തിട്ട് ഒരു കാര്യമില്ല. വീണ്ടും പുല്ല് കിളിക്കുക അയ്യ. അപ്പോൾ ഇതാണ് അടുക്കള. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഇവിടെയാണ് ഇപ്പം കിടക്കുന്നത്. ഞങ്ങൾ ഈ റൂമിലാണ് കേട്ടോ. ഈ റൂമിൽ ഫാനൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. എന്നാലും ഞങ്ങൾ ഇതിനകത്താണ് കിടക്കുന്നത്. ഫാനൊക്കെ ഇടിവെട്ടി പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജനൽ തുറന്ന് നോക്കിയാൽ നമ്മൾ ഇന്ദിരേച്ചിൻ്റെ വീട് കാണാം. അതാണ് കേട്ടോ ഇന്ദിരേച്ചിൻ്റെ വീട്. അവിടെ ഇന്ദിരേച്ചിയൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ന് ജനലിൽ കൂടി വർത്തമാനം പറയലുണ്ട് ഞങ്ങൾ. പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഒരു ബെഡുണ്ട്. ഇത് ശരിക്കും അമ്മമ്മ കിടന്ന റൂമാണ്. അമ്മമ്മേൻ്റെ റൂമായിരുന്നു ഇത്. അപ്പം ഞങ്ങളിപ്പം നിലവിൽ ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ, ഇത് കല്യാണത്തിന് എനിക്കാരോ ഗിഫ്റ്റ് തന്ന സാധനമാണ്. അപ്പം ഞങ്ങളത് ഇവിടെ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, ഇതിനകത്ത് കുറേ പ്ലേറ്റ്, കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാപ്പാണ് കേട്ടോ. എനിക്കിങ്ങനെ PSC പഠിക്കുന്ന സമയത്ത് ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലേക്ക് നോക്കിയാൽ നിങ്ങളെന്നെ ചീത്ത പറയും. ഇനി മേലെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ അമ്മ കിടപ്പിലായ സമയത്ത് നമ്മൾ അമ്മമ്മ എന്നെ ഇങ്ങനെ കിടക്കാൻ ഹെഡ് റെസ്റ്റ് ഇല്ലേ, അങ്ങനത്തെ സാധനം. പിന്നെ വാക്വം ക്ലീനറിൻ്റെ പഴയ തേപ്പൊട്ടി, പിന്നെ കുപ്പി വാട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മേലെയൊക്കെ കുറച്ച് പൊടിയുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. അതൊക്കെ ഇളക്കാൻ പോയാൽ വലിയ പണിയാണ്. അതുകൊണ്ട് അതിനകത്ത് കൈ വെക്കാറില്ല. റൂമിൻ്റെ സെറ്റപ്പ് കണ്ടോ. ഞാനിവിടെ നിന്നാണ് അധികവും വീഡിയോ എടുക്കൽ. ഈ ജനലിൻ്റെ ഈ ഭാഗത്ത് വയ്ക്കും. ഈ ജനലിൻ്റെ ഈ ഭാഗത്ത് ഫോൺ വെച്ചിട്ട്
ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇതാണ് നമ്മളെ ഏട്ടൻ്റെ ഏച്ചീൻ്റെ റൂം. ഏട്ടൻ്റെ ഏച്ചീൻ്റെ റൂമാണെങ്കിലും അവർ ഇല്ലാത്ത സമയത്ത് ഞങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ആദ്യം ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മയും വരുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയായിരിക്കും, ഇവിടുത്തെ അച്ഛനും അമ്മയും വന്നാൽ അവരും ഇവിടെ ആയിരിക്കും കിടക്കുക. പിന്നെ ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളിവിടെ കിടക്കും. ഇപ്പോൾ ഇവിടെ ഫാനൊന്നും ഇല്ല, ഈ ഫാനൊക്കെ കേടായിപ്പോയി, അതുകൊണ്ട് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഫാൻ ഇല്ലാതാണ് ഇപ്പം എല്ലാ ദിവസവും കിടക്കണേ. പിന്നെ മഴയായതുകൊണ്ട് ഇതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതാ ഇവിടെയുണ്ട് മാനോടേൻ്റെ വക കുറേ കളിപ്പാട്ടങ്ങൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജനലുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നരേശിൻ്റെ വീട് കാണാം. പിന്നെ റൂം. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത് തൊട്ടിൽ. ഈ തൊട്ടിൽ ചിലപ്പോൾ അവിടെ കിടക്കും, ചിലപ്പോൾ ഇവിടെ കിടക്കും, ചിലപ്പോൾ ഇവിടെയും കിടക്കും. അങ്ങനെ ഈ തൊട്ടിലിന് അങ്ങനെ കറക്റ്റ് പ്ലേസ് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അവന് തൊട്ടിൽ കെട്ടാൻ വേണ്ടി കെട്ടി വെച്ച സാരിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് കുറേയായിട്ട് അവിടെ ചുരുട്ടിക്കൂട്ടി വെച്ചേക്കാണ്. കർട്ടനും അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടാവുള്ളത്. പിന്നെ അത് നമ്മളെ വളപ്പാണ്. വളപ്പുണ്ടോ അവിടെ ഒരുപാട് അന്ന് ആ മരം വീണിട്ട് അതൊന്നും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ഇല ഏട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം പോട്ട് എന്നാലേ ആ കമ്പെല്ലാം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒറ്റയ്ക്കാവുകയില്ല. മോനെ ഇവിടെ ഇരുത്തിയിട്ട് അവൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണികളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം ലീവെല്ലാം എടുത്തിട്ട് മഴയൊക്കെ മാറി നല്ല വെയിൽ വരുമ്പോൾ ഇതൊന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് വേണം അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം എല്ലാം വൃത്തിയാക്കാൻ. അപ്പോൾ എനിക്ക് വളപ്പിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. വളപ്പിൽ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവുണ്ട് കേട്ടോ. ഇതാണ് നമ്മളത് കണ്ടോ, പൊട്ടി വീണ മരം കണ്ടോ. ഇതാണ് വീട്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഷെൽഫ്. ഇതാണ് മൊത്തത്തിൽ ഈ റൂമിൻ്റെ ഒരവസ്ഥ. ഇങ്ങനെ എന്താ വൈഫൈൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വൈഫൈ ഇപ്പം ചാനൽ തുടങ്ങിയതിന് ശേഷം എടുത്തതാണ് കേട്ടോ. വൈഫൈ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ എടുത്തു തന്നെയാണ്. പിന്നെതാ ഇവിടേക്ക് വരുമ്പോഴാ ഇത് എൻ്റെ ഐഡിയയിൽ ഞാനിങ്ങനെ ആക്കി. ഫോട്ടോസ് ഇങ്ങനെ ആദ്യം അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്, ഈ ബൾബിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ആണി അടിച്ചിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് മാറ്റാൻ തോന്നിയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഐഡിയയിൽ ഞാനിങ്ങനെ ആക്കി വെച്ചതാണ്. കൊള്ളാമോ? ഒരു ലുക്കില്ലേ? നമുക്കിതാ ഇവിടെ 2 ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്. ഇതെല്ലാം പറമ്പിൽ തന്നെയാണ്. അത് ചെക്കൻ ഇരുന്നേലാണ് കളി. ഇതെല്ലാം പറിച്ച് കളയും, അതുകൊണ്ട് ഇതെല്ലാം ഉണങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫോട്ടോ ആണ് കേട്ടോ. നിങ്ങൾ ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ, കണ്ടോ? ഇത് എന്നെ കണ്ടോ? ഞാൻ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. പക്ഷേ എങ്കിലും ഞാനത് ഇവിടെ ഞങ്ങൾ ഊട്ടി പോയപ്പോൾ എടുത്തതാണത്, കണ്ടോ? അതൊക്കെ. പിന്നെ ഇത് നമ്മളെ അച്ഛനും അമ്മയാണ്. ഇവിടുത്തെ അച്ഛനും അമ്മയും ഞങ്ങൾ മൈസൂർ പോയപ്പോൾ എടുത്തതാണ്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സാണിത്, എൻ്റെ ഫ്രണ്ട്സ്. ഇത് പിന്നെ നമ്മളെ കല്യാണത്തിന് വന്നതാണ്. പിന്നെ ഇത് ഞങ്ങൾ അച്ഛനും അമ്മയായിട്ട് അവിടെ മൈസൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ. പിന്നെ ഇത് ഞങ്ങൾ പിന്നെ ഏട്ടൻ ഏച്ചി അമ്മ അച്ഛൻ, ഏറ്റവും വില നമ്മളെ അമ്മമ്മയാണ്. പിന്നെ ഇവർ ഏട്ടൻ്റെ അനിയൻ്റെയും ചെറുപ്പത്തിലെ ഫോട്ടോസ്. പിന്നെ അമ്മമ്മയും ഞങ്ങളും, പിന്നെ അമ്മമ്മ. പിന്നെ നമ്മളെ കല്യാണ ഫോട്ടോയാണ്. കല്യാണത്തിൻ്റെതായിട്ടുള്ള വേറെ ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ എടുത്തു വെച്ചിട്ടില്ല. ഇത് ഏട്ടൻ്റെ ചേച്ചി മോനും. പിന്നെ ഇത് ഏട്ടൻ്റെ സ്കൂൾ ഫോട്ടോയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മൊത്തത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പാക്കി വെച്ചു. ഇത് കണ്ടോ? ഇതെല്ലാം നമ്മൾ മാനോട്ടിൻ്റെ പണിയാണ്, നിലത്തെല്ലാം പെയിൻ്റ് ആക്കിയത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ. പിന്നെ ഇവിടെ നിന്ന് ജനലുണ്ട് കണ്ടോ. അതാ ഇവിടെ ഒരു ജനലുണ്ട്. ഈ ജനലിൽ കൂടി ഇങ്ങനെ കാണാം. പിന്നെ ഈ സൈഡിലും ജനലുണ്ട്. മൊത്തത്തിൽ നല്ല വെളിച്ചം, വെളിച്ചമൊക്കെ ഉള്ള നല്ല വീട്. ലൈറ്റൊന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കണ്ടോ? ഇതാണ് നമ്മളെ മൊത്തത്തിൽ ഈ താഴത്തെ ഫ്ലോറിങ് ഇങ്ങനെയാണ്, കണ്ടോ? ഇനി ഞാൻ മുകളിൽ കാണിച്ചു തരാം. മുകളിൽ ഇങ്ങനെ സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അവിടെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. അയലൊന്നും ഞാൻ കഴിക്കാൻ നിന്നില്ല കേട്ടോ. അഴിച്ചാൽ പിന്നെ ഞാൻ തന്നെ കെട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണിയെടുക്കാൻ എങ്ങനെയാണ് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഇവിടെ ഓടാണ് കേട്ടോ. ഇങ്ങോട്ട് ഓടിട്ടിട്ടാണുള്ളത്. കുറച്ച് പുസ്തകമൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇതിൻ്റെ മേലെ ഇതിലേക്ക് ഫോൺ ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ അതായത് അൺബോക്സ് ഉണ്ട്.
ഇനി എന്തെല്ലാമൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് വാഷിംഗ് മെഷീനിന് അത് കല്യാണത്തിന് കിട്ടിയതാണ് കേട്ടോ. കല്യാണത്തിന് വീട്ടിൽ നിന്ന് വാങ്ങി തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ ജനലുണ്ട്. ഈ ജനൽ തുറന്നാലും നല്ല രസമാണ് കാണാൻ, കണ്ടോ. പിന്നെ ഇവിടെ പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ചോരുമ്പോൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. മഴയായതുകൊണ്ട് ഇതൊക്കെ നോക്കണ്ട കേട്ടോ, അതൊക്കെ കീറി. പിന്നെ നമ്മൾ ഈ സെൻട്രൽ ഹാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടേക്കൊന്നും വരല, ഇവിടെ ഇപ്പം ഞങ്ങൾ ഇരിക്കാറൊക്കെ കുറവാണ്. ഇവിടെ ഇരുന്നാൽ നല്ല രസമാണ്. കണ്ടോ, ഇങ്ങനെ കാഴ്ചയും കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു കസേരയുണ്ട്. ഇന്നലെ ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നപ്പോൾ കൊണ്ടുവന്ന മാലയാണ്. ഇതങ്ങ് പൊട്ടിപ്പോയി. അപ്പം ഞാനിതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടാണ് ഇടുന്നത്. ഇത് പൊട്ടിപ്പോയി, ഇടാൻ പറ്റൂല. അപ്പം ഇവിടെ ഇരുന്നിട്ട് ഇതാ കണ്ടോ, ഇങ്ങനെ നിന്നാൽ നല്ല അടിപൊളിയായിട്ട് കാണാം. വീടല്ലേ, കണ്ടോ. അതാണ് നമ്മളെ ഇവിടുത്തെ മുകളിലത്തെ സിറ്റ് ഔട്ടിൽ ഇരുന്നാലുള്ള കാഴ്ച. പിന്നെ ഇവിടെ ഇരുന്നാൽ കണ്ടോ നമ്മളെ റോഡെല്ലാം കാണാം. ഇത് റോഡെല്ലാം പൊട്ടിപ്പോയി. എന്നാൽ കവുങ്ങ് ഒടിഞ്ഞു വീണിട്ട് താണ്ട് ഈ കവുങ്ങാണ് ഒടിഞ്ഞു വീണ വീടിൻ്റെ മേലേക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെൻട്രാളിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെ അയൽ കെട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കിടക്കാൻ വരാറില്ല. ഇവിടെ കിടക്കാത്ത വേറൊന്നും കൊണ്ടല്ല, മഴയായതുകൊണ്ട് പേടിയാണ്. അപ്പുറത്ത് മരമൊക്കെ നിൽപ്പുണ്ട് ആ സൈഡിലെ. അപ്പോൾ അത് ഒടിഞ്ഞ മണ്ടയ്ക്ക് വീണാലോ എന്ന് പേടിച്ചിട്ട് ഇവിടെ കിടക്കാത്തയാ. പിന്നെതാ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ഫോട്ടോ, കാസറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളെ റൂം. സത്യത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ റൂമിൽ തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങൾ താഴേക്ക്, മോനായതിന് ശേഷമാണ് താഴേക്ക് മാറിയത്. ഇപ്പോൾ ഇവിടെ കിടക്കാറേ ഇല്ല. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇപ്പോൾ കയറാറേ ഇല്ല. ആകെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഫാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഫാനൊക്കെ പോക്കന്നെ. ഇതും ഇപ്പോൾ കറങ്ങുവാമോ നോക്കട്ടെ. ഈ ഫാനും കറങ്ങുന്നില്ല. ഉണ്ട്, കറങ്ങുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഫാനും അടിച്ചു പോയിന്ന്. പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്. പിന്നെ ഇത് നമ്മളെ ഇതാണ്. ഇവിടെ നിന്ന് നോക്കിയാലും നമ്മൾ കാണുന്നത് നരേഷിൻ്റെ വീട് തന്നെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളപ്പോൾ റോഡാക്കിയതാണത്. അപ്പോൾ ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്, വീടിൻ്റെ സെറ്റപ്പ്. ഇത് നമ്മളെ ഷെൽഫാട്ടോ. ഈ ഷെൽഫ് കല്യാണത്തിന് നമ്മളെ സാധനങ്ങൾ, നമ്മളിവിടെ ഈ റൂമിൽ താമസിക്കുമ്പോൾ ഇതിനകത്തായിരുന്നു ആ സാധനങ്ങളൊക്കെ. ഇതിലിപ്പോൾ നിലവിൽ ഇതാ പഴയ സാധനങ്ങൾ, ബുക്കുകൾ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, തുണികൾ പഴയത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നിലവിലിതാ നമുക്ക് ഇത് ഫുൾ ബാലരമയും ഡൈജസ്റ്റും ഒക്കെയാണ്. എൻ്റെ ഡൈജസ്റ്റ് ഇതൊന്നും കളയാൻ മനസ്സിലാത്തതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇല്ല ചെതലരിച്ച് പോവും പുറത്ത് വെച്ചാൽ. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം അങ്ങനെ പറ്റില്ലായിട്ടൊന്നും ഇല്ല, എല്ലാം പോലെ തന്നെ കണ്ടോ ബാത്റൂം. അതെല്ലാം വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡാൻസ് കളിക്കാൻ വരുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ അയൽ പൊക്കി വയ്ക്കും. ഈ അയലിൽ തുണിയെല്ലാം മാറ്റിയിട്ട് ഫോൺ ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുക. അപ്പോൾ ഇതാണ് സെൻട്രൽ ഹാൾ. നിങ്ങൾ പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എങ്കിലുണ്ടല്ലോ എനിക്കിവിടെ ക്യാമറ വയ്ക്കാനൊന്നും സൗകര്യമില്ല, ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടേക്കുക. എന്നിട്ട് തുണി കഴുകി ആറിയിടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കണ്ടോ നല്ല രസമാണ് കാണാൻ. കാണിച്ചു തരാം. കണ്ടോ നമ്മളെ റോഡ്, കവുങ്ങ്. ഞാൻ ഇത് എയർലെയർ ചെയ്ത ചെറുനാരകമാണ് കേട്ടോ. അതിൽ നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ഓൾ സീസൺ മാവാണ്. മാവിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരു 4-5 മാങ്ങ, 4-5 ഒരു 5-6 മാങ്ങ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് സ്ട്രോബെറി പേരയാണ്. ഇതിലിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് പിന്നെ ചെടിമുരിങ്ങയാണ്, അതിലും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നോക്കണ്ട കേട്ടോ, അവിടെ എല്ലാം അഴുക്കാണ്, കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞങ്ങളെ വീട് കണ്ടോ, ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ളൊരു വീട്. ഇനി ഭയങ്കര ഇതിൻ്റെ മേലെയൊക്കെ വൃത്തികേടാട്ടോ. ഇതോട്ടൊന്നും ഇറങ്ങില്ല, എനിക്ക് ഇറങ്ങാൻ പേടിയാണ്. ഒരു സ്റ്റെപ്പൊന്നും ഇല്ല ഇറങ്ങാൻ. പിന്നെ ഹൈ ജമ്പ് ചെയ്യുന്ന പോലെയൊക്കെ ചാടി പോകണം, എനിക്ക് പേടിയാണ്. ഇത് പിന്നെ ഇത് മാവ്, നമ്മളെ മാവ് കുറ്റിയോട്ടർ മാവാണ്. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. ഒരു വർഷം ഇടവിട്ടാണ് ഇതിൽ മാങ്ങ ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഒരു ഏരിയ. ആ വളപ്പം കൂടി ചേർന്നാൽ നമ്മളെ സ്ഥലമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ ഹോം ടൂറൊക്കെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഹോം ടൂർ ചെയ്യേണ്ടതിനെ കുറിച്ച് ഐഡിയ ഒന്നുമില്ല. ട്രൈപോഡൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വെച്ചിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഇതിപ്പം ഞാൻ തന്നെ എടുക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ശരിക്കും എടുക്കാൻ പറ്റാതെ. കുറച്ചുകൂടി വൃത്തിയായിട്ട് ഞാൻ വേറെ എപ്പോഴെങ്കിലും നല്ലൊരു ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഇത് ബാത്റൂമാണ് കേട്ടോ, കുളിമുറി വരും, പുറത്തുള്ള കുളിമുറിയാണ്. നമുക്കിവിടെ കുളിമുറിയിൽ നിന്നൊരു കിണർ ഇങ്ങനെ കുളിമുറിയിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ കണ്ടോ, ഇവിടുന്ന് വെള്ളം കോരിയിട്ട് ബാത്റൂമിൽ നിന്ന് കുളിക്കാം. പിന്നെ ഇവിടെ ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗമൊക്കെ ശരിക്കും പണ്ട് നല്ല കാടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് കൊടും കാട് പോലെയായിരുന്നു, ഒന്നും കാണില്ല, ആ വീടൊന്നും കാണില്ലായിരുന്നു. ഇപ്പം ഇത് നമ്മൾ 3-4 വീട്ടുകാർ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡ് വാങ്ങി നമ്മൾ റോഡാക്കിയതാണ് സ്ഥലം എടുത്തിട്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിയറായി, ഇപ്പം എല്ലാം കാണുന്ന തരത്തിലായി. പിന്നെ അത് നമ്മളെ സതീശീൻ്റെ വീടാണ്, ആടെ ഒരു വീടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ സെറ്റപ്പ്. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കയറി വരാം. ഇവിടെ നിന്ന് അങ്ങോളം കാണാം, അവിടെ നിന്നാലും ഇങ്ങോളം കാണാം. റോഡിൽ കൂടി ആരെങ്കിലും പോയാൽ ഇപ്പം ഞങ്ങളെ വീട് കംപ്ലീറ്റ് കാണാം. അപ്പോൾ നമ്മൾ ഹോം ടൂർ കണ്ടല്ലോ. നമ്മളെ വീട് ഇത്രയും നീറ്റായിട്ടൊന്നും കിടക്കാറില്ല സത്യത്തിൽ കേട്ടോ. ഞാനിപ്പോൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഭയങ്കര നീറ്റായിട്ട് ഞാൻ ഇടാറുണ്ട്, ചില ദിവസങ്ങളിൽ അതുപോലെ അലമ്പാക്കി ഇടാറുണ്ട്. അതെൻ്റെ ഒരു മനസ്സിൻ്റെ ഇതുപോലെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല. അന്നത്തെ ദിവസം ഇതൊക്കെ അലമ്പായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വീട് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അലമ്പായിരുന്നു, ഫുൾ അഴുക്കും. ഞാനൊന്നും ചെയ്യാറില്ലായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയ സമയമാണ്, ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ നീറ്റാക്കി ഇടാറുണ്ട്, എന്നാലും അലമ്പാവാറുമുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ശരി അപ്പോൾ.